നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടി വിയുടെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കാവലാളുകൾ. അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ ബഹുമാനിതരാവേണ്ട വ്യക്തികളാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്നേ ഞാൻ പറയൂ. മറ്റൊന്നുമല്ല, അവർ ചെയ്യുന്ന സേവനം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവർ ചെയ്യുന്ന ഡ്യൂട്ടി, അതാണ് നമ്മുടെ സമൂഹത്തെ ഒരു പരിധിവരെയെങ്കിലും അക്രമത്തിൽ നിന്നും രക്ഷിച്ചു നിർത്തുന്നത്. മറ്റു സംസ്ഥാനങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ കേരള സംസ്ഥാനത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വഹിക്കുന്ന ചുമതലകളും അവരുടെ ഡ്യൂട്ടിയും വളരെ സ്തുത്യർഹമാണ് എന്ന് പറയേണ്ടി വരും. 8 മണിക്കൂർ ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലരും അതിൽ കൂടുതൽ സമയം ജോലി ചെയ്യുന്നവരാണ്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. പ്രത്യേകിച്ച് ഈ ട്രാഫിക് ഡ്യൂട്ടിയിലൊക്കെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ഉള്ളിൽ ചെല്ലുന്ന കാർബൺ എത്രമാത്രം മാരകമാണ്. ഈ വെയിലും കൊണ്ട് ഈ കാർബണും ശ്വസിച്ച് മണിക്കൂറുകളാണ് ട്രാഫിക് ഡ്യൂട്ടിയിൽ അവർ നിൽക്കേണ്ടി വരുന്നത്. എനിക്കറിയാവുന്ന പല സംഭവങ്ങളും റിട്ടയർമെൻറ്റിന് മുൻപ് തന്നെ ഏതെങ്കിലുമൊക്കെ അസുഖം ബാധിച്ച് മരണപ്പെട്ടു പോകുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കണക്കുകൾ ഒരുപക്ഷെ പോലീസിൻ്റെ പക്കലുണ്ടാവാം, അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ പക്കലുണ്ടാവാം. ഡൈയിങ് ഹാർഡ്നെസ്സിൽ ജോലിക്ക് കയറിയ ധാരാളം പേരെ എനിക്കറിയാം. ഇവർക്കൊക്കെ ഈ അകാല മൃത്യു സംഭവിക്കുന്നത് അവരുടെ ജോലി, മാനസിക സമ്മർദ്ദം, ശാരീരികമായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാമാണ്. കൂടാതെ കുറ്റാന്വേഷണത്തിൽ നമ്മുടെ പോലീസ് ഏറ്റവും മികച്ച പോലീസാണ്, യാതൊരു സംശയവുമില്ല. ഒരു കുറ്റകൃത്യം നടന്നാൽ എത്രയും വേഗം, അത് എത്രയോ സംഭവങ്ങൾ അടുത്തിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്, വിത്തിൻ നോ ടൈം അവർ പ്രതികളെ വലയിലാക്കുന്നുണ്ട്. ഗുണ്ടകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. പല മെഡിക്കൽ കേസുകളിലും പോലീസിൻ്റെ സേവനം വളരെ ബഹുമാനിക്കേണ്ട ഒന്നാണ്. ചില കരൾ മാറ്റിവെക്കൽ, ഹൃദയം മാറ്റിവെക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് ഏറ്റവും കൂടുതൽ വിമർശനം ഏൽക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലാകുന്നത്, ചിലപ്പോൾ പിരിച്ചുവിടപ്പെടുക പോലും ചെയ്യുന്നത്? ഈ കാര്യം വിശദമായി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ച പല കോഴ്സുകളിലും കൂടെ പഠിച്ച പലരും ഇന്ന് പോലീസ് സേനയിലുണ്ട്. അത് പോലീസ് ഡ്രൈവർ മുതൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരെ ഉണ്ട്. കൂടാതെ എൻ്റെ അഭിഭാഷക ജീവിതത്തിൽ ഞാൻ പരിചയപ്പെടുകയും സുഹൃത്തുക്കളാവുകയും ചെയ്ത ADGP തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരെയുണ്ട്. പക്ഷേ ഇവർക്കാർക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ പോലീസ് സേനയിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ എനിക്കറിയാൻ പറ്റിയേനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവരെല്ലാം നിയമത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നിയമപരമായി തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിഷ്കർഷയുള്ള ആളുകളാണ്. പക്ഷേ ചില പോലീസ് ഉദ്യോഗസ്ഥർ, ചിലർ മാത്രം അവർക്ക് ലഭിച്ചിട്ടുള്ള അധികാരം അത് അമിതമായി ആഹ്ലാദിക്കുകയോ ഉപയോഗിക്കുകയോ മറ്റുള്ളവരുടെ മേൽ ചുമത്തുകയോ ചെയ്യുന്നുണ്ട്. അത്തരക്കാരാണ് പോലീസ് സേനയുടെ ആത്മവിശ്വാസം നശിപ്പിക്കുന്ന രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്നത്. പോലീസ് സേനയ്ക്ക് അപമാനമായി പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ അമിതാധികാരം ഉപയോഗിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ മതി സേനയെ നശിപ്പിക്കാൻ. ഈ അടുത്തിടെ ഉണ്ടായ പല സംഭവങ്ങളിലും പോലീസിൻ്റെ ആക്രമണം സ്ത്രീകളെ തല്ലുന്നു, കുട്ടികളെ തല്ലുന്നു, വഴിയിലിരിക്കുന്നവരെയൊക്കെ ഓടിച്ചിട്ട് തല്ലുന്നു. ഈ തരത്തിൽ തല്ലാനുള്ള അധികാരം പോലീസിനില്ല. ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഫോഴ്സ് ഉപയോഗിക്കാം, അത് മിതമായ രീതിയിൽ ഉപയോഗിക്കാം. അതല്ല, ചില ഗുണ്ടകളെ കീഴ്പ്പെടുത്തണമെങ്കിൽ ഇത്തിരി അക്രമം ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം വന്നാൽ അതും ചെയ്യാം. പക്ഷേ സാധാരണക്കാരന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ അവർ വഴിയിൽ ഇരുന്നു എന്ന് വച്ചിട്ട്, അല്ലെങ്കിൽ അവരൊരു കേസിൽ പോലീസിനോട് ചോദ്യം ഉന്നയിച്ചു എന്ന് വച്ചിട്ട്, അല്ലെങ്കിൽ പോലീസിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ മർദ്ദിക്കുന്ന രീതി, ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് പോലീസ് സേനയ്ക്ക് അപമാനമാകുന്നത്. ഇത്തരക്കാരാണ് പോലീസിനെ പൊതുജന മധ്യത്തിൽ നാണം കെടുത്തുന്നത്, പൊതുജനങ്ങളുടെ എതിർപ്പ് വാങ്ങുന്നത്, മുഴുവൻ പോലീസ് സേനയോടും പൊതുജനങ്ങൾക്ക് ഒരുതരം ഭയവും ദേഷ്യവും എതിർപ്പും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അങ്ങനെയുള്ളവരെ തെരഞ്ഞുപിടിച്ച് ട്രെയിനിങ് നൽകി ഇവരുടെ ഈ സ്വഭാവം മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അഭിഭാഷകൻ എന്ന നിലയിൽ പോലും നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ഒരു രീതി, അവരുടെ പെരുമാറ്റ രീതി വളരെ മോശമാണ്. എല്ലാവരെയും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചില ആളുകൾ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുറിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ആവശ്യമൊന്നുമല്ല കേട്ടോ, നിയമപരമായ എന്തെങ്കിലും ഒരു കാര്യം
പറയാനോ അവരെ ധരിപ്പിക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് നിയമലംഘനമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനോ ഏതെങ്കിലും കേസിലൊക്കെ ഇടപെടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരാറുണ്ട്. പക്ഷേ ചില ആളുകളുടെ പെരുമാറ്റം, അവരുടെ അധികാരപരിധി കേരള സംസ്ഥാനം മുഴുവനുമാണ് എന്നുള്ള രീതിയിലാണ് ആ പർട്ടിക്കുലർ സ്റ്റേഷൻ്റെ അധികാരം മാത്രമുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ പെരുമാറ്റം. സംസാരിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ വളരെ ഹാർഷായ രീതിയിൽ, ഒരു അഭിഭാഷകനാണെന്ന് അറിഞ്ഞാൽ പോലും യാതൊരു ബഹുമാനവും ഇല്ലാത്ത രീതിയിലായിരിക്കും അവർ പെരുമാറുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. അഭിഭാഷകർ എന്നത് ഒരിക്കലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സബോർഡിനേറ്റ് അല്ല. അഭിഭാഷകർ നിയമപരമായി പറയുമ്പോൾ എ ലീഗൽ ഓഫീസർ അറ്റാച്ച്ഡ് വിത്ത് ഹോണറബിൾ കോർട്ട് ആണ്. അതുകൊണ്ട് തന്നെ കേസിൻ്റെ ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ ഒരുപക്ഷെ വരേണ്ടി വരുന്ന അഭിഭാഷകരോട് സൗമ്യവും മാന്യവുമായ പെരുമാറ്റം പുലർത്തേണ്ടത് ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും പിന്തുടരേണ്ട നിയമപരമായ ഒരാവശ്യമാണ്. ഈ അടുത്തിടെ ഉണ്ടായ പല സസ്പെൻഷനുകളിലും പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ഗുണ്ടകളുമായി ചേർന്ന് കൂട്ടുകൂടിയ പോലീസ് ഉദ്യോഗസ്ഥർ, സ്പാ നടത്തിപ്പുകാരുമായി ബന്ധം സ്ഥാപിച്ച് അതിൻ്റെ പാർട്ട്ണർഷിപ്പ് എടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ, സ്റ്റേഷനിൽ ചെല്ലുന്ന അഭിഭാഷകരോടും വാദികളായിട്ടുള്ളവരോട് പോലും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചിലപ്പോൾ മർദ്ദിക്കുകയും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പല ഇല്ലീഗൽ ബിസിനസ്സുകളിലും രഹസ്യമായി ഏർപ്പെട്ട് തൻ്റെ ജോലി നിർവഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഇത്തരക്കാരാണ് ഇടയ്ക്കിടെയെങ്കിലും വാർത്തകൾ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷനിലാവുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഒരു കാലത്ത് ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായിരുന്ന വ്യക്തിക്ക് പോലും 25 കൊല്ലത്തിന് ശേഷം ഒരു വെളിപ്പെടുത്തലിൻ്റെ പേരിൽ അദ്ദേഹം ഭരിച്ചിരുന്ന അതേ ജയിലിൽ പോയി 7 കൊല്ലത്തോളം കിടക്കേണ്ടി വന്ന ഒരു സംസ്ഥാനമാണിത്. ആ കോടതി വിധിയോട് എനിക്ക് വ്യക്തിപരമായി വലിയ യോജിപ്പില്ല. കാരണം ക്രിമിനൽ ജൂറിസ്പ്രുഡൻസ് ഈ രീതിയിൽ വളർന്ന് പന്തലിച്ചാൽ അതിൻ്റെ വ്യാപ്തി അതിഭീകരമായിരിക്കും. ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം പോലും അദ്ദേഹത്തിന് കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു വെളിപ്പെടുത്തൽ വരിക, അതിലെ ഒരു സാക്ഷിയുടെ പ്രധാന മൊഴി മാത്രം എടുത്തുകൊണ്ട് ബാക്കി സാഹചര്യ തെളിവുകളും വെച്ച് അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുകയാണ്. കൂട്ടുപ്രതിയുടെ മൊഴിയാണെന്നും കൂടി ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്കിലും അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഘടകമുണ്ട്, അല്ലെങ്കിൽ പാഠമുണ്ട്. ഇദ്ദേഹത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും അകമഴിഞ്ഞ സ്വാതന്ത്ര്യവും അധികാരവും ലഭിച്ചിരുന്ന ഒരു കാലത്ത് നടന്ന ഒരു കുറ്റകൃത്യം പിന്നീട് അദ്ദേഹം അതിൻ്റെ വിചാരണ നേരിടേണ്ടി വന്നപ്പോൾ അന്നത്തെ ആ രാഷ്ട്രീയ നേതാവിന് വിചാരണ നേരിടേണ്ടി വന്ന സമയത്ത് യാതൊരു അധികാരവും ഇല്ലായിരുന്നു. സന്ദേശ സിനിമയിൽ മാള അരവിന്ദൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ക്യാരക്ടറാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഭരിച്ചിരുന്ന പാർട്ടി പറഞ്ഞപ്പോൾ പറഞ്ഞവരെയും പറയാത്തവരെയും തല്ലി. പിന്നീട് എതിർകക്ഷികൾ ഭരണത്തിലേറിയപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്റ്റേഷനിലേക്കും സ്ഥലമാറ്റം ലഭിച്ച് അവസാനം സസ്പെൻഷനിലായി ഭാര്യ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് മാള അരവിന്ദൻ ചെയ്തത്. അതുപോലെയാണ് അധികാരത്തിലിരിക്കുന്നവർ പറയുമ്പോൾ എന്തും ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. തുടർന്ന് ഈ അധികാരം നഷ്ടപ്പെട്ട് അധികാരമില്ലാത്ത അവസ്ഥയിൽ ഈ രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ തിരിച്ചടി നേരിടുന്നത് ഈ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കും. അന്നൊരുപക്ഷെ അവരുടെ റിട്ടയർമെൻറ്റ് കാലമായിരിക്കും. അതെല്ലാം അവരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നതായിരിക്കും. അവരുടെ ജീവിതത്തെ മാത്രമല്ല, അവരുടെ അനന്തര തലമുറയെ പോലും ബാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്പി നാരായണൻ കേസ്. ഇപ്പോഴും ആ കേസിൻ്റെ പുറകെയാണ് അന്നത്തെ ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെയാണ് പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുമ്പോഴും ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ. ഞാനിത് പോലീസിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പോലീസിനെ പ്രകീർത്തിക്കാനോ വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല. നമ്മുടെ സമൂഹത്തിൽ പോലീസ് എന്നുള്ളത് അത്യന്താപേക്ഷിതമായ ഒരു വലിയ സംവിധാനമാണ്. ഈ സംവിധാനം ജനങ്ങളുടെ ബഹുമാനം പിടിച്ചു പറ്റുന്ന രീതിയിൽ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് ചിന്തിക്കേണ്ടത് തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ്. ഒരു അഭിഭാഷകനോ ഒരു സാധാരണ ജനത്തിനോ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി നൽകുവാനോ അല്ലെങ്കിൽ പോലീസ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനോ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ഈഗോ ചില പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ചിന്തിച്ചു നോക്കുക. സൂരജ് ലാമ എന്ന ഒരു വ്യക്തിയെ കാണാനില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുന്നു. പോലീസ് അത് അവഗണിക്കുന്നു. പോലീസ് വേണ്ട വിധത്തിൽ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മരിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പ് ഏതെങ്കിലും ആശുപത്രിയിലെങ്കിലും എത്തിക്കാൻ സാധിച്ചേനെ. പോലീസ് അത് അവഗണിച്ച ശേഷം ഈ മകന് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയിട്ടും പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ ജീർണിച്ച മൃതദേഹം കളമശ്ശേരിയിൽ നിന്ന് കണ്ടെത്തുന്നത്. ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഒരു മനുഷ്യജീവന് നിങ്ങൾ ഇത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കുവൈറ്റിൽ നിന്ന് നാട് കടത്തിയതാണ്.
അതും ഒരു മദ്യദുരിതത്തിൽപ്പെട്ട് ബോധവും ഓർമ്മയും ഒക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നാട് കടത്തിയതാണ്. കൊച്ചിയിൽ വന്ന് ഇറങ്ങി. അതിനുശേഷം ഇദ്ദേഹം എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബം വന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നിട്ടും അന്വേഷണം വേണ്ട വിധത്തിൽ നടന്നില്ല. വേണ്ട വിധത്തിൽ അന്വേഷണം നടന്നെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്താനെങ്കിലും സാധിച്ചേനെ. അത് കഴിഞ്ഞ് ഹൈക്കോടതി ഇടപെട്ട് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ വന്നതിന് ശേഷമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ കണ്ടെത്തി. അപ്പോൾ പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല എന്നല്ല, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പോലീസ് സംവിധാനം നമുക്കുണ്ട്. ഇത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളത് അതാണ് ദുഃഖകരമായ വസ്തുത. പോലീസിന് സമൂഹത്തിൽ നിന്നും വേണ്ടത്ര ബഹുമാനം ലഭിക്കുന്നില്ല എന്ന ഒരു പക്ഷക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ബഹുമാനം ആർജിക്കുവാൻ പോലീസ് സേനയിലെ ഓരോരുത്തരും അവർ ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. മറ്റൊരു കാര്യം, നിയമത്തെ ബഹുമാനിക്കുക. നിങ്ങൾ ഈ യൂണിഫോം ഇട്ട് ഒരു സ്റ്റേഷൻ ചാർജിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനത്തോ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു നിയമത്തിൻ്റെ അനുവാദമുണ്ട്. ഒരു മെമ്മോ പ്രകാരമോ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ പ്രകാരമോ നിയമ ചട്ടപ്രകാരം ഒരു നിയമിതനാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ അധികാരം ലഭിക്കുന്നത്. ആ അധികാരം തല്ലാനും കൊല്ലാനുമുള്ള അധികാരമല്ല. നീതിന്യായ വ്യവസ്ഥ പരിപാലിച്ച് അവനവൻ്റെ കടമ നിർവഹിക്കുവാനുള്ള അധികാരമാണ്. ആ അധികാരം ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതേ നിയമം തന്നെ നിങ്ങൾക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ നിയമത്തെ ബഹുമാനിക്കുക. നിയമപരമായും ചട്ടപ്രകാരവുമേ കാര്യങ്ങൾ നിർവഹിക്കൂ എന്ന് ഉറപ്പിച്ച് ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നിയമത്തിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരില്ല. അഥവാ എന്തെങ്കിലും ആരോപണം ഉണ്ടായാലും നിയമം നിങ്ങളെ സംരക്ഷിക്കും. പക്ഷേ അല്ലാതെ അതാത് സമയത്ത് ഭരിക്കുന്ന പാർട്ടികളെയോ അണികളെയോ അല്ലെങ്കിൽ നേതാക്കന്മാരെയോ പ്രീണിപ്പിക്കുവാനും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എന്തെങ്കിലും ലാഭം നേടുവാനും ഒക്കെ വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നിയമം ലംഘിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നീട് ആ നിയമം നിങ്ങൾക്കെതിരെ തന്നെ തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിയമത്തെ ബഹുമാനിച്ച് ജനങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ ബഹുമാനം ആർജിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.